തമരടിക്കണ കാലമായടി ബിയാമ്പേ കാശിന്റെ ക്ഷാമം തീർന്നടി ബിയാമ്പേ തമരടിക്കണ കാലമായടി ബിയാമ്പേ കാശിന്റെ ക്ഷാമം തീർന്നടി ബിയാമ്പേ. मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू. സെക്കൻഡ് കഴിഞ്ഞു. 4 ബോളുകൾ ഇടണം. ഒരെണ്ണമായി ഇട്ടിട്ടുള്ളൂ എഞ്ചിലീന. ജിങ്കനമണി സിരിച്ചു പൊട്ടാൻ നെഞ്ചലാണ്. ഹേ വെങ്ങല കിണ്ണി പൂല മിന്നോ മന്ദിരമേനെ. 20 സെക്കൻഡ് കഴിഞ്ഞു. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ നിനഗേ നമോ നമോ. आज जाने की जिद ना करो. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. വടകരയിലെ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിസ്സാര കയ്യടിയൊന്നുമല്ല, പിള്ളേർ പൊളിക്കുക. മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള ഒരുപാട് കുഞ്ഞു കൂട്ടുകാർ നമുക്കുണ്ട്. കുഞ്ഞു കൂട്ടുകാരാണെങ്കിലും ഇവരുടെ മനസ്സ് വലുതാണ്. ഒരുപാട് സ്നേഹനിധികളായ കൂട്ടുകാരും അവരുടെ അധ്യാപകരും അനധ്യാപകരും ചേർന്നുള്ള സ്കൂളാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക്. ഗോകുലം പബ്ലിക് സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഹാപ്പിയല്ലേ? ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്യടിക്ക് ഒരു പഞ്ഞവുമില്ല അല്ലേ? കയ്യടിക്കാൻ മുട്ടി നിൽക്കുന്ന കുട്ടികളാണ്. ഏതായാലും നമുക്ക് ഇവരെ എല്ലാം ഒന്ന് പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പേരെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര് ഒന്നൊന്ന് പറയാവോ? ഫായിദ്. ഫയൽമാനോ? മുഹമ്മദ് ഫായസ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫായസ്? 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എന്താണ് പേര്? റോഷൻ. എവിടെയാ റോഷ വീട്? എൻ്റെ വീട് എറണാകുളം. കൊച്ചിക്കാരനാ? കൊച്ചിക്കാരൻ. ഇവിടെ കൊച്ചിയാന്നേ. കൊച്ചിന്ന് ഇവിടെ വന്നു. എന്ത് പറ്റി? ഇവിടെ സ്പോർട്സിന് സെലക്ഷൻ കിട്ടി വന്ന്. സ്പോർട്സിനാണല്ലേ? എന്ത് സ്പോർട്സിൽ എന്താ പോലെ? ഞാൻ ഫുട്ബോളാണ് ഇഷ്ടമാണ്. ഫുട്ബോൾ അല്ലേ? കൊച്ചി നല്ല ഫുട്ബോൾ കളിക്കാറുള്ള സ്ഥലമല്ലേ? ഫോട്ടോ വെച്ചാണോ? ഫോട്ടോ വെച്ചാണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഫോട്ടോ വെച്ചിലൊക്കെ നമ്മുടെ സൂപ്പർ ബമ്പറിന്റെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റോഷന്റെ ഒരു കുറവുണ്ടായിരുന്നു അവിടെ. എന്നാൽ റോഷനെ നമുക്ക് ഇവിടെ വെച്ച് മുട്ടാൻ പറ്റിയല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, ഞാൻ. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ അടിപൊളി സ്കൂളാണ് അല്ലേ? ഹാപ്പിയാണ്. പാട്ട് പാടുവോ? പാടാൻ ശ്രമം. രണ്ടുപേരും ഒന്ന് പാടിക്കും. തമരടിക്കണ കാലമായടി ബിയാമ്പേ കാശിന്റെ ക്ഷാമം തീർന്നടി ബിയാമ്പേ തമരടിക്കണ കാലമായടി ബിയാമ്പേ കാശിന്റെ ക്ഷാമം തീർന്നടി ബിയാമ്പേ. എന്താണ് പേര്? വന്ദന. ഒന്നും കഴിച്ചില്ലേ? ഇതുള്ള സൗണ്ട് വന്ദന. വീട്ടിലെങ്ങനെ ഈ സൗണ്ട് ആണോ? ചൂട് സൗണ്ട് ഇടാം. ആ സൗണ്ട് എങ്ങനെയാണ്? അതാണ് സൗണ്ട്. ആരൊക്കെ ഉണ്ട് വന്ദനയുടെ വീട്ടില്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയുണ്ട്, അച്ഛനുണ്ട്. അനിയനും അനിയത്തി ഒന്നുമില്ല? ഏട്ടൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ്. എന്തൊക്കെ കഴിവുകളാണ് വന്ദനയ്ക്കുള്ളത്? ചെറുതായിട്ട് പാട്ട് പാടും. പിന്നെ ചെറുതായിട്ട് ഡാൻസ് ചെയ്യും. പിന്നെ ഒന്നുമില്ല. ചെറുതായിട്ട് പഠിക്കും. അത് നന്നായിട്ട് പഠിക്കുമോ? ചെറുതായിട്ട് പഠിക്കും.
അപ്പം നമുക്ക് സാപ്രിയ സംഗീതം രണ്ടുപേരും ചെയ്യാലോ. ഒന്ന് ആഞ്ഞു പിടിക്കാം അല്ലേ? अच्छा चलता हो दुआओं में याद रखना, मेरे जिक्र का जुबा पे स्वाद रखना, दिल के संदूकों में मेरे अच्छे काम रखना, चिट्ठी तारों में भी मेरा तो सलाम रखना, अंधेरा तेरा मैंने ले लिया मेरा, चला सितारा तेरे नाम किया. എന്താ പേര്? വൈഷ്ണവി. വൈഷ്ണവി. ഏത് ക്ലാസ്സിലാണ് വൈഷ്ണവി? ഞാൻ +2. +2 പഠിക്കുന്നത്. വീട് എവിടെയാ? ഞാൻ വടകര തന്നെ. വടകര തന്നെ. +2 നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഏത് ഗ്രൂപ്പാ? ഞാൻ ബയോമാത്സ്. ബയോമാത്സ് ആണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അമ്മമ്മയുണ്ട്, പിന്നെ ഒരു ചേച്ചി. എല്ലാരും ഉണ്ട്. സന്തോഷമായിട്ടുള്ള ജീവിതം. അമ്മയെ കണ്ട നല്ല രസമായിരിക്കും അല്ലേ? അമ്മയ്ക്ക് പ്രായമായ അമ്മയാണോ? പിന്നെ അതെ അല്ലേ? ഓക്കെ. അമ്മമ്മയുടെ പേരെന്താ? ഗിരിജ. ഗിരിജ അമ്മമ്മ. ഗിരിജ അമ്മമ്മ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആണോ? ഇഷ്ടമുള്ള അമ്മമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം അല്ലേ? ഓക്കെ. അപ്പോ വൈഷ്ണവി രണ്ടുപേരും പാട്ട് പാടാമല്ലേ? നമുക്ക് പാടിക്കോളൂ. मेरे मन ये बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी, वो बात क्या है बता. मितवा कहीं धड़कने तुझसे क्या, मितवा ये खुद से तो ना तू छुपा. Thank you. ഇവിടുത്തെ ആസ്ഥാന ഗായികയാണെന്ന് തോന്നുന്നു വൈഷ്ണവി അല്ലേ? ഗായകർ ഒരുപാടുണ്ട്, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ ശ്രീഗോകുലം പബ്ലിക് സ്കൂള് എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് നന്മയുള്ള കുട്ടികൾ തന്നെയാണ് ശ്രീഗോകുലത്തിലുള്ളത്. അപ്പോ നമുക്ക് കളി തുടങ്ങാം. തുടങ്ങുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാറായി. 5 കണ്ടസ്റ്റൻറ്റിനെയാണ് ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള 5 പേരെയാണ് നമ്മുടെ ഗ്രൂമേഴ്സ് ഇവിടുത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 5 പേരുടെ പേര് ഈ ബോളിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് കളിക്കാൻ റെഡിയായിട്ട് ആരാണ് വരുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ ആരാണ് ഈ ലോട്ട് എടുക്കുന്നതെന്ന് അറിയാമോ? ദേ നിൽക്കുന്നു ആ ഭീകരി. വരൂ. ഇതാണ് ഇഷമോൾ അല്ലേ? ഇഷമോളാണ് ഇന്നത്തെ ഇവിടുത്തെ ഭാഗ്യം കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എടുക്കുക ഇഷമോളെ, എടുത്തോളൂ. എടുത്ത് ചെണ്ടയെ തന്നോളൂ. കളി തുടങ്ങാൻ പോവുകയാണ്. ആരാണ് ആ ഭാഗ്യവതി എന്ന് നമുക്കറിയണം. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഇന്നത്തെ ഭാഗ്യവതി ഏഞ്ചലീന. അപ്പോ നമുക്ക് സ്വാഗതം ചെയ്യാം. ഏഞ്ചലീന എവിടെയാണ്? ഏഞ്ചലീന ഓടി വരൂ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൽ സ്വാഗതം. സി കേരളം സൂപ്പർ ബമ്പർ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്സ് കുക്കീസ്. ഏഞ്ചലീന, എന്തോ എന്നാണ്ട് വിശേഷം? സുഖം. സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, പിന്നെ ചേട്ടൻ. അമ്മ, അച്ഛൻ, ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? അർജുൻ. അർജുൻ എന്ത് ചെയ്യുന്നു? മെക്കട്രോണിക്സ് പഠിക്കുക. എന്താണ് മെക്കട്രോണിക്സ്? അതെന്താണ് മെക്കട്രോണിക്സ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇത് വിഗാണ് നമ്മുടെ തലയിൽ? വിഗല്ല ഒറിജിനലാണോ? പരിശോധിക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കുഴപ്പമില്ല. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എങ്ങനെ? ഫ്രണ്ട്സിൻ്റെ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഓരോ സ്കൂളിലും നമുക്കൊരു പ്രത്യേകത ഉണ്ടാവും. ഓരോ നാടിനും ഒരു പ്രത്യേകത ഉണ്ടാവും. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത മോൾക്ക് തോന്നിയത് എന്താ? എനിക്ക് ഈ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ആംബിയൻസ് ഉണ്ട് അല്ലേ? ശരിയാട്ടോ. അവിടെ വരുമ്പം ഭയങ്കര ഒരു
ഒരു ഊട്ടി ഫീലാണ് ഇവിടെ. ഊട്ടിയിലൊക്കെ ചില കുട്ടികളൊക്കെ ഊട്ടിയിലൊക്കെ പോയി പഠിക്കും. ഊട്ടിയിലൊന്നും പഠിക്കണ്ട, ഈ സ്കൂളിൻ്റെ ഒരു പോസിറ്റീവ് ഭയങ്കരമാണ്. ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ആംബിയൻസ് ഉണ്ട്, ഒരുപാട് മരങ്ങൾ നിൽക്കുന്നു ഇവിടെ അല്ലേ. പിന്നെന്താണ് ഇവിടെ? ഫ്രണ്ട്സ് നല്ലതാണ്, ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ തോളത്തൊക്കെ കൈയിട്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ടീച്ചറിൻ്റെ പേരെന്താണ്? രാജേഷ് സർ. രാജേഷ് സാർ. എവിടെയാണ് രാജേഷ് സാർ? രാജേഷ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്താ? സർ ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലിയാണ്. പിന്നെ നമുക്ക് എന്തൊരു കാര്യമുണ്ട് തുറന്നു പറയാം സാറിനോട്. പറയാം. അതാവണം ടീച്ചേഴ്സ് അല്ലേ. വെരി ഗുഡ്. അപ്പോൾ കേട്ടല്ലോ, ഇതൊക്കെയാണ് ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൻ്റെ പ്രത്യേകത. നമ്മൾ ഓരോ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പം കുട്ടികളോട് ചോദിക്കാറുണ്ട് ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലർ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. പക്ഷേ മോളോട് ചോദിച്ചപ്പോൾ തന്നെ, എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ ഒരു ആംബിയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ശരിയാണ്, ഈ സ്കൂളിൽ വന്നിട്ടുള്ളവർക്കറിയാം. പിന്നെ നമുക്ക് കളിക്കാൻ റെഡി ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ് അല്ലേ. ഒരുപാട് ഗെയിംസൊക്കെ അവിടെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഗെയിംസ് കളിച്ചാൽ മാത്രം പോരാ, സമ്മാനങ്ങൾ നേടണം. സമ്മാനം എങ്ങനെയാണ് നേടുന്നത്? ടഫായിരിക്കും. സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് എളുപ്പമുള്ള ഗെയിംസ് അല്ലേ നമ്മൾ തരത്തുള്ളൂ. അപ്പോൾ അതിനേക്കാളും ഒരു വെറുതെ സമ്മാനങ്ങൾ മാത്രമല്ല, പണമായിട്ടാണ് സമ്മാനം തരുന്നത്. ഏഞ്ചലിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറയൂ. അഞ്ജന കൈവെക്കൂ. അയ്യോ, അഞ്ജന കൈവെക്കുന്നതാണല്ലോ. ഇങ്ങനെ കൈ. അഞ്ജന. പിന്നെ ആരാണ്? ബ്രീന. ഏതാണ് ബ്രീന? ആബ്സെന്റ് ആണ്. പിന്നെ എല്ലാവരും ഫ്രണ്ട്സാണ്. മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുന്ന പോലെ അല്ലേ, രണ്ടുപേരെ ഇഷ്ടമാണ്. ഏതായാലും നമുക്ക് തുടങ്ങാം. സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. സ്വാഗതം ചെയ്യാം ആദ്യത്തെ ഗെയിമിലേക്ക് ഏഞ്ചലിനെ. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ സൂപ്പർ ബമ്പറിൻ്റെ നിയമാവലികൾ പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. എഞ്ചിനീനെ കാത്തു വച്ചിരിക്കുന്ന ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നമുക്കറിയണം. നമുക്ക് നോക്കാം. ഇവിടെ 2 പെട്ടികളുണ്ട്. ഒന്നിൽ പണപ്പെട്ടിയും ഒന്നിൽ പണിപ്പെട്ടിയും. പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കണമെങ്കിൽ എഞ്ചിനീയർ ഒരു കാര്യം ചെയ്യണം. പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് ആ പണിയിൽ ജയിച്ച് വരണം. എങ്കിൽ മാത്രമേ ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ ഏഞ്ചലിനക്ക് കിട്ടത്തുള്ളൂ. ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനമാണ് ജയിച്ചു കഴിഞ്ഞാൽ 1000 രൂപ എന്ന് പറയുന്നത്. നമ്മളോട് ആദ്യമായി മത്സരിക്കുന്നത് ഏഞ്ചലിനെയാണ്. ഏഞ്ചലിനെ കാത്തു വച്ചിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കാം. റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ എടുത്തോളൂ. ഇഷ്ടമുള്ള ഗെയിം തന്നെ ആവട്ടെ കിട്ടുന്നത്. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പർ co-powered by പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ ഗെയിം ഏഞ്ചലിനെ കാത്തിരിക്കുന്ന ഗെയിമാണ് വിൻ ബോൾ. ഏഞ്ചലിനേക്കുള്ള ഗെയിം തുടങ്ങാൻ പോവുകയാണ്. വിൻ ബോൾ ആണ്. വിൻ ബോൾ എന്താണെന്ന് പറയാം. ബോൾ എടുക്കുക, ഇവിടെ വെക്കുക, ഊതുക. ഒറ്റ ഊത്ത് ഊതാൻ പാടുള്ളൂ കേട്ടോ. ഒറ്റ ഊത്തിന് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കിൽ പോയി ഇങ്ങനെ നിൽക്കണം ഒറ്റ ഊതിന്. പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല. 120 സെക്കൻഡ് ഉണ്ട്. ഇവിടെ ഒരു കടമ്പയുണ്ട്. ഈ കടമ്പ ചാടിക്കടന്ന് വേണം ഈ ബോൾ കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കാൻ. അതുപോലെ 12 ബോളാണ് എഞ്ചിനീന ഊതി ഇവിടെ എത്തിക്കേണ്ടത്. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എഞ്ചിനീയർ റെഡിയല്ലേ? തീർച്ചയായിട്ടും റെഡിയല്ലേ? നമ്മൾ ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ ആദ്യത്തെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം
സ്റ്റാർട്ട്. നല്ല കൈയടി. 1 Wow. Oh. ഇരുപത് സെക്കൻഡ് കഴിഞ്ഞു. യെസ്, വെരി ഗുഡ്. 30 സെക്കൻഡ് കഴിഞ്ഞു. യെസ് യെസ് യെസ്. Angelina. Yes. 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 Yes, കയ്യടി പോരാ. Yes. 1 2 3 4 5 6 7 8 എണ്ണമായിട്ടുണ്ട്. 4 എണ്ണം വിട്ടാൽ മതി. 40 സെക്കൻഡ് ബാക്കി. ഇനി 3 എണ്ണം കൂടെ. യെസ്, സ്പീഡിൽ സ്പീഡിൽ. റെഡി? യെസ്, ഇല്ല. യെസ്, 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 യെസ്. 9. ഏഞ്ചലീന, ഇനി ഊതണ്ട. 12 എണ്ണം ആയിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിം വിജയിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നല്ലതായിരുന്നു. ജയിക്കുന്ന ഉറപ്പുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു, പക്ഷേ സംശയമായിരുന്നു അല്ലേ അവസാനം അല്ലേ? സ്ഥലം തോന്നിച്ചില്ല അല്ലേ? ഇല്ല. ഏതായാലും ആദ്യത്തെ ഗെയിമില് ആദ്യത്തെ സമ്മാനം 1000 രൂപയാണ് ഏഞ്ചൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാം. റെഡിയല്ലേ രണ്ടാമത്തെ ഗെയിമിലേക്ക് പോകാൻ? ഏതായാലും ഏഞ്ചലീന 2000 രൂപയുടെ ഗെയിമിലേക്ക് പോവുകയാണ്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. നമുക്ക് തുടങ്ങാം. ഏഞ്ചലീനെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഏഞ്ചലീന, എന്തോ? അപ്പൊ തുടങ്ങാം. 2000 രൂപയുടെ കളി. ആ, പൈസ തന്നില്ലല്ലോ. പൈസ തന്നില്ലേ? ഇല്ല. അത് കടവന്നേ. അയ്യോ, എനിക്ക് ഇപ്പൊ വേണമായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം. 1000 രൂപ കിട്ടി. 500 ഏഞ്ചലിനേക്കും 500 എനിക്കും. എനിക്ക് അങ്ങനെ വേണ്ട കേട്ടോ. 1000 രൂപ. എനിക്ക് 1000 വേണം. ഓക്കെ, ആദ്യത്തെ ഗെയിമിലെ 1000 രൂപ ഏഞ്ചലിനേക്ക്. 1000 രൂപ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. അപ്പോ 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് സീ കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies-il a short break. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. Welcome back to Sea Kerala Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. അപ്പോ 2000 രൂപയുടെ കളിയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. മോൾ റെഡിയല്ലേ ഏഞ്ചലിന? ഓക്കെ, ഏഞ്ചലിനെ കാത്തിരിച്ചിരിക്കുന്ന 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏഞ്ചലിനെ കാത്തിരിക്കുന്ന അടുത്ത ഗെയിമാണ് തുള്ളിച്ചാട്ടം. അറിയാവോ തുള്ളിച്ചാടാൻ? ഇല്ല. പക്ഷെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് തുള്ളിച്ചാട്ടമാണ്. ആ ഗെയിമാണ് ഇവിടെ ചെയ്യേണ്ടത്. 2000 രൂപയുടെ ഗെയിം എന്താണ്? തുള്ളിച്ചാട്ടം. തുള്ളിച്ചാടിക്കോ, തുടങ്ങിക്കോ. തുള്ളിച്ചാടിക്കേ. എങ്ങനെയാണ് തുള്ളിച്ചാടുന്നത്? റെഡി? 1 2 3 ചാട്. കൈയടിക്ക.
യെസ് 2000 രൂപയുടെ ഗെയിം ആയിരുന്നു. ഇനി നടക്കാൻ പോകുന്നത് ഇത് ട്രെയിനിങ് മാത്രമാണ്, ട്രയൽ അടിച്ച. ഏതായാലും നമുക്ക് നോക്കാം 2000 രൂപയുടെ ഗെയിം. തുള്ളിച്ചാട്ടത്തിലേക്ക് പോകാം. ഏഞ്ചലീന, എന്തോ അപ്പോ ഗെയിം എന്താണെന്ന് പറയട്ടെ. ആ ബോള് കുറേ ഇവിടെ ഇരിപ്പുണ്ട്. തുള്ളിച്ചാട്ടം എന്ന് പറയുന്ന ഗെയിമാണ്. മുമ്പ് തുള്ളിച്ചാടിയ പോലെ അല്ല തുള്ളിച്ചാടേണ്ടത്. ഇവിടെ നിൽക്കുക, നമ്മുടെ നെറ്റ് ഉണ്ട്. നെറ്റിൽ നമ്മുടെ കയ്യോ ബോഡിയോ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. നേരെ താഴേക്കിടുക. 5 ഗ്ലാസ്സുകളിൽ ഇടണം, ഓരോ ബോൾ വീതം. അത് താഴെ കുത്തിയിട്ട് അതിനകത്ത് ചാടിയാലും കുഴപ്പമില്ല, ഭാഗ്യം പോലെ ഇരിക്കും. സമയം 100 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. റെഡിയല്ലേ ഏഞ്ചലീന? റെഡിയാണ്. തീർച്ചയായിട്ടും ഇതിന് നമ്മൾ ജയിക്കും അല്ലേ? ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏഞ്ചലീനയാണ് കളിക്കുന്നത്. റെഡി, ഗെയിം സ്റ്റാർട്ട്. നൂറ് സെക്കൻഡാണ് ഏഞ്ചലീന സമയം. ശ്രദ്ധിച്ച്. 10 സെക്കൻഡ് കഴിഞ്ഞു. ശ്രദ്ധിച്ച് ചെയ്യാം. താഴെ കുത്തിയിട്ടാണെങ്കിലും ചാടിയാൽ കുഴപ്പമില്ല. നിലത്ത് കുത്തി ചാടിയാലും 5 ഗ്ലാസ്സിനകത്ത് ചാടിയാൽ മതി. റെഡി? നിങ്ങളുടെ കയ്യടി കുറവാണ് കേട്ടോ. യെസ്, 30 സെക്കൻഡ് കഴിഞ്ഞു. 1 യെസ്, 40 സെക്കൻഡ് കഴിഞ്ഞു. 4 ബോളുകൾ ഇടണം. ഒരെണ്ണമായി ഇട്ടിട്ടുള്ളൂ ഏഞ്ചലീന. യെസ്, 40 സെക്കൻഡ് ബാക്കിയുണ്ട്. 2 എണ്ണമായി. ഭാഗ്യം ഉണ്ടോ? കെയർഫുൾ ആയിട്ടിട്. 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. 3 ബോൾ ഇനിയും വേണം. യെസ്, 20 സെക്കൻഡ് ബാക്കിയുണ്ട്. 2 ബോൾ ഇനി ഇടണം. യെസ്, 10 9 8 അപ്പോ 2000 രൂപയുടെ ഗെയിമിൽ ഏഞ്ചലീന ജയിച്ചിരിക്കുകയാണ്. ഏഞ്ചലീന, എന്തോ അപ്പോ ഇനി നമുക്ക് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. ആ ജയിക്കുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല. ഒരു പ്രതീക്ഷയില്ലാത്ത ഗെയിമായിരുന്നില്ല. കാരണം ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഗെയിമാണ്. പക്ഷേ മോളതിനകത്ത് ജയിച്ചത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാണുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ഗ്ലാസ്സിനകത്തോട്ട് വീഴുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പാടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ 3000 രൂപയുടെ ഗെയിമിലേക്ക് നമുക്ക് പോകാം അല്ലേ? റെഡിയാണ്? ആണ്. ആണ്, ഉറപ്പാണ്. ഏതായാലും 3000 രൂപയുടെ ഗെയിമിലേക്ക് ഏഞ്ചലീന പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ ഈ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
പേരെന്താ? നമ്രത. ഏ? നമ്രത. നമ്രത. നമ്രത ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. പാട്ട് പാടിയത് വേറെ സൗണ്ട്, ചാറ്റ് ചെയ്തപ്പോൾ വേറെ സൗണ്ട്, ഇനി വേറെ സൗണ്ട് ഉണ്ടോ? നല്ല എനർജി ഉണ്ടായിരുന്നു അല്ലേ? ഏതായാലും മോൾക്ക് നല്ലൊരു കയ്യടി. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. സൂപ്പർ ബമ്പറിന്റെ ഒരടിപൊളി സമ്മാനം. ഏതായാലും നമുക്കിനി ഗെയിമാണ് നടന്നുകൊണ്ടിരുന്നത്. എവിടെ പോയി ഏഞ്ചലീന? എവിടെ ഉണ്ടായിരുന്നു? ഞാൻ പാട്ട് കേട്ടിരിക്കായിരുന്നു, വരാൻ മറന്നുപോയി. പാട്ട് കേട്ടിരിക്കുകയായിരുന്നോ? ഇവിടെ മുഴുവൻ ഏഞ്ചലീനെ തപ്പുമായിരുന്നു. പാട്ട് കേട്ട് ഞാനും നിന്നുപോയി, ഏഞ്ചലീനെ കാര്യം മറന്നുപോയി. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കേട്ടല്ലോ, ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ല കലാകാരന്മാരും കലാകാരികളും തന്നെയാണ്. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. എന്താണ്? ഗെയിം കളിക്കണം. 3000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 2000 രൂപയുടെ എൻട്രി ഗെയിമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആയിരുന്നു അത്. തീർച്ചയായിട്ടും അതിൽ ജയിച്ചു. ഇനിയപ്പോൾ ഏഞ്ചലീനെ കളിക്കാൻ പോകുന്ന ഗെയിം 3000 രൂപയുടെ ഗെയിം. അതായത് ജയിച്ചാൽ ഉറപ്പുള്ള സമ്മാനമാണ് 3000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെടുക്കാം. ഓക്കെ, എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏഞ്ചലിനെ കാത്തിരിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഗെയിമിൻ്റെ പേരാണ് തലപ്പന്ത്. അപ്പോൾ നമ്മുടെ ഗെയിം ഇങ്ങനെ തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಸುಂದರತರ ಪಿರಾಗಧರ ಸುಂದರತರ ಪಿರಾಗ ಧರಗರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ ಸಾರಿಗ ಸದಾನಿ ಮಮ ಭಾಗ ಮರಿಸನೆ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ സാന്ദ്രേ, നന്നായിട്ട് കളിച്ചു കേട്ടോ. എവിടെ സാന്ദ്ര വീട്? എടച്ചേരി. എടച്ചേരി. ഡാൻസ് പഠിക്കുന്നുണ്ടോ? ക്ലാസിക്കൽ എത്ര നാളായിട്ട് പഠിക്കുന്നു? ചെറുപ്പം മുതലേ പഠിക്കുക. അമ്മയാ പഠിപ്പിക്കുന്നത്. അമ്മയുണ്ടോ ഇവിടെ? അതാ അമ്മ. ഏത് അമ്മ? ടീച്ചറാ? ഹെഡ് മിസ്ട്രസ്. ആ, വെരി ഗുഡ് വെരി ഗുഡ്. അമ്മയുടെ ഒന്ന് വന്നേ. ഇത് ഞങ്ങൾ ഇവിടെ ഷൂട്ടിന് വന്നപ്പോൾ തൊട്ടേ ടീച്ചർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ടീച്ചറിന്റെ മോളാണെന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ടീച്ചർ ഡാൻസ് ടീച്ചറാണോ അവിടെ? അല്ല, ഇവിടെ ഹെഡ് മിസ്ട്രസ് ആണ്. ഡാൻസ് അതിന്റെ കൂടെ ഉണ്ട്. ടീച്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ടീച്ചറിന്റെ പേര് ബേബി ഷീജ. ബേബി ഷീജ. നന്നായിട്ട് കളിച്ചു. എത്ര കുട്ടികളാണ് ടീച്ചർക്ക്? ഒരു മോളേ ഉള്ളൂ. ഒരു മോളേ ഉള്ളൂ. നന്നായിട്ട് കളിച്ചു. വെരി ഗുഡ്. ഒരുപാട് സന്തോഷം. ടീച്ചറിനെ കണ്ടാൽ ഒരു കലാകാരിയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷം. ഏതായാലും നമുക്ക് നല്ല ഒരു സമ്മാനം സൂപ്പർ ബമ്പറിന്റെ കേട്ടോ. ഏഞ്ചലിനയ്ക്കുള്ള ഗെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറേ ബോളുകൾ ഇവിടെ ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. ഗെയിമിന്റെ പേരെന്താ? തലപ്പന്ത്. അപ്പൊ ഇതിനകത്ത് കളിക്കുവാനായിട്ട് ഏഞ്ചലിന്റെ ഒരു കൂട്ടുകാരിയോടെ വിളിക്കണം. കൂട്ടുകാരനോ കൂട്ടുകാരിയോ ടീച്ചറോ സാറന്മാരോ ആരെ വേണം വിളിക്കാം. ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെ വിളിക്കുന്നേ? അഞ്ജന. അഞ്ജന എവിടെ? ഇതാണ് അഞ്ജൻ. നിങ്ങളെ അടുത്ത സുഹൃത്തുക്കളാണോ? ആ, വീട് എവിടെയാ? ഒഞ്ചിയം. കൊഞ്ചിയം. പാട്ട് പാടുവോ? ഇല്ല. ഒന്നും ചെയ്യും. നന്നായിട്ട് പഠിക്കുവോ? കുഴപ്പമില്ലാണ്ട്. എങ്ങനെയുണ്ട് ആഞ്ചലീന? എങ്ങനെയുണ്ട്? പാവമാണോ? അല്ല, പാവമല്ല. എന്താണ് ഇവളുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഇവളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒന്നുമില്ല. അല്ല ഇഷ്ടം. പിന്നെ പാവമല്ലെന്ന് പറഞ്ഞേ? പാവല്ല, കൂടെ നിന്ന് കഴിഞ്ഞാല് ഭയങ്കര ഒരു രക്ഷയില്ല. പിടിച്ചാൽ കിട്ടൂല അല്ലേ? ഇല്ല. അപ്പൊ നമുക്ക് ഇപ്പൊ തിരിച്ചൊരു പണി കൊടുക്കാം. ഇവിടെ കുറേ ബോളുകൾ ഇരിപ്പുണ്ട്. മോള് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ എറിയുക. ഇവിടെ എറിയുമ്പോൾ മോൾ ഇത് ഹെഡ് ചെയ്ത് ബാസ്ക്കറ്റിൽ ഇടുക. ഓക്കെ. എത്ര സെക്കൻഡാണ് സമയം? 80 സെക്കൻഡാണ് ഈ ഗെയിമിനുള്ള സമയം. 80 സെക്കൻഡിനുള്ളിൽ 2 ബോളാണ് അതിലിടേണ്ടത്. റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ഗെയിം ഇങ്ങനെ തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഗസൽ കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. आज जाने की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, है आ जाने की जिद ना करो.
जाने कि जिद ना करो, तुम ही सोचो जरा क्यों न रोके तुम्हें जान जाती है जब मुझको आती है तुम कल की किस को खबर जाने जा, उम्र भर ना तरसते रहो है आ जाने के जिद ना करो, आज जाने के जिद ना करो. Thank you. ഗെയിം സ്റ്റാർട്ട്. 80 സെക്കൻഡ്. തലപ്പന്ത്. Yes. Selena, just മിസ്സായി. 40 സെക്കൻഡ് കഴിഞ്ഞു. 40 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. ശ്രദ്ധിച്ച് 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് ഈ ഗെയിമിൽ കിട്ടാൻ പോകുന്നത് ഏഞ്ചലിനിക്ക്. അതെ, 30 സെക്കൻഡേ ഉള്ളൂ. വീട്ടിൽ കോഴി എറിയുന്ന പോലെ എറിയുന്നത് അങ്ങനെയല്ല എറിയുന്നത്. ഇട്ട് കൊടുക്കുക. നന്നായിട്ട്. യെസ്. മിസ് എല്ലാരും ചതിച്ചു. റെഡി? 10 9 8 7 6 5 4 3 2 1. സാരമില്ല, അൺഫോർച്ചുനേറ്റ്ലി ഏഞ്ചലീന ഈ ഗെയിമിൽ നിന്ന് പുറത്താകുകയാണ്. കൂട്ടുകാരൻ ജയിച്ചു, കൂട്ടുകാരി ജയിച്ചു, എല്ലാവരും ജയിച്ചു, എല്ലാവരും പറ്റിച്ചു. ഏതായാലും ഇന്നത്തെ ഗെയിം നമ്മൾ നടന്നത് ഗോകുലം പബ്ലിക് സ്കൂളിലായിരുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഈ ഒരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ കുട്ടികൾക്ക് എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. സി കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. അടുത്തൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.